ബാർക്കുമോർ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യം മുതൽ നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോണം നീക്കുണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ വീണ്ടും ദൈവവചനത്തിൻ്റെ കീഴിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ ഈ നല്ല അവസരത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്താം. കഷ്ടതയുടെ നാളുകളിൽ ആനന്ദം നൽകുന്ന, സന്തോഷം നൽകുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഇന്ന് ലോകം മുഴുവൻ കഷ്ടതയുടെ, ദാരിദ്ര്യത്തിൻ്റെ, വേദന, രോഗത്തിൻ്റെ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ അതിൻ്റെ മധ്യത്തിൽ ദൈവ സാന്നിധ്യം ഒരു വ്യക്തിക്ക് ആനന്ദം നൽകും, സന്തോഷം നൽകുമെന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമായി വെളിപ്പെടുത്തുന്നു. കർത്താവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ യെശയ്യാപ്രവാചകന്റെ പുസ്തകം 35 അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ അവിടെ കർത്താവിൻ്റെ വചനം എങ്ങനെ പറയുന്നു: മരുഭൂമിയും വരണ്ട നിലവും ആനന്ദിക്കും, നിർജ്ജന പ്രദേശം ഉല്ലസിച്ച് പനിനീർ പുഷ്പം പോലെ പൂക്കും. അത് മനോഹരമായി പൂത്ത് ഉല്ലാസത്തോടും ഘോഷത്തോടും കൂടെ ഉല്ലസിക്കും. ലബനോൻ്റെ മഹത്വവും കർമ്മേലിൻ്റെ, ശാരോൻ്റെയും ശോഭയും അതിന് കൊടുക്കപ്പെടും. അവർ യഹോവയുടെ മഹത്വവും നമ്മുടെ ദൈവത്തിൻ്റെ തേജസ്സും കാണും. തളർന്ന കൈകളെ ബലപ്പെടുത്തുവിൻ, കുഴഞ്ഞ മുഴങ്കാലുകളെ ഉറപ്പിപ്പിൻ. ഒരു വിശ്വാസ ജീവിതത്തിൽ, പ്രത്യേകിച്ച് കഷ്ടതയുടെ, സഹനത്തിൻ്റെ, ദാരിദ്ര്യത്തിൻ്റെ, വേദനയുടെ അവസ്ഥയിൽ നിരാശയുടെ അനുഭവത്തിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് വലിയൊരു പ്രത്യാശ നൽകുന്ന ദൈവവചനമാണ് ഈ യെശയ്യാപ്രവാചകന്റെ പുസ്തകം 35 അധ്യായം. അതിൻ്റെ മുന്നുള്ള അധ്യായം പരിശോധിക്കുമ്പോൾ ദുഷ്ടതയുടെ അനന്തരഫലമായി ദൈവത്താൽ പീഡിപ്പിക്കപ്പെട്ട ഒരു സമൂഹത്തിൻ്റെ വീണ്ടെടുപ്പാണ് ഈ അധ്യായത്തിൽ കർത്താവിന്റെ വചനം വെളിപ്പെടുത്തുന്നത്. അതായത് ദൈവജനം ദൈവത്തെ മറന്ന് ദുഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന വേദനകൾ, സഹനങ്ങൾ, ദുഃഖങ്ങൾ അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പരാജയമായി മാറിയപ്പോൾ ദൈവത്തിൻ്റെ വീണ്ടെടുപ്പ് കാലം ദൈവം വെളിപ്പെടുത്തുകയാണ്. അത് സന്തോഷത്തിൻ്റെ, ആനന്ദത്തിൻ്റെ കാലമായിരിക്കും. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് കഷ്ടതയും ദുഃഖവും ദാരിദ്ര്യവും വേദനയും അനുഭവിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു വീണ്ടെടുപ്പുണ്ട്, അതിൻ്റെ പിന്നിൽ ഒരു സന്തോഷത്തിൻ്റെ നാളുണ്ട് എന്ന് നാം തിരിച്ചറിയണം. ഇവിടെ വചനം പറയാണ്: മരുഭൂമിയും വരണ്ട നിലവും ആനന്ദിക്കും, നിർജ്ജന പ്രദേശം ഉല്ലസിച്ച് പനിനീർ പുഷ്പം പോലെയാകും. അതായത് മരുഭൂമി എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മരുഭൂമി അവസ്ഥയാണ് കഷ്ടതയും ദാരിദ്ര്യവും ദുഃഖവും വേദനയും. ആരും സഹായിക്കാനില്ലാത്ത അവസ്ഥ, ഒറ്റപ്പെട്ട അവസ്ഥ, സ്വയമായി രക്ഷപ്പെടാൻ കഴിയാതെ ഒരു നിർജ്ജന പ്രദേശം എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ട അവസ്ഥയിൽ, ആരും സഹായിക്കാനില്ലാത്ത അവസ്ഥയിൽ, എല്ലാം നിരാശയുടെ പടുകുഴിയിൽ കിടക്കുന്ന ഒരനുഭവമാണ് ഈ മരുഭൂ അവസ്ഥ. വരണ്ട നിലം പോലെ, മരുഭൂമി അവസ്ഥയിൽ, ഒരു നിർജ്ജന പ്രദേശം പോലെ നമ്മുടെ വ്യക്തിപരമായ ജീവിതം ആണ് എങ്കിൽ കർത്താവിന്റെ വചനം പറയുന്നു, അത് മനോഹരമായി പൂത്ത് ഉല്ലാസത്തോടും ഘോഷത്തോടും കൂടെ ഉല്ലസിക്കും. അതുകൊണ്ട് കർത്താവിന്റെ വചനം പറയുകയാണ്: നിങ്ങളുടെ കൈകളെ ബലപ്പെടുത്തുവിൻ, കുഴഞ്ഞ മുഴങ്കാലുകളെ ഉറപ്പിപ്പിൻ. ഇന്ന് നിരാശയുടെ പടുകുഴിയിൽ കിടക്കുന്ന ഒരു വ്യക്തി പ്രത്യാശയോടെ, വിശ്വാസത്തോടെ അവൻ്റെ കൈകാലുകളെ ബലപ്പെടുത്തുവിൻ, അവൻ്റെ മുഴങ്കാലുകളെ ഉറപ്പിപ്പിൻ, തളർന്ന കൈകളെ ബലപ്പെടുത്തുവിൻ എന്ന് കർത്താവിന്റെ വചനം വെളിപ്പെടുത്തുകയാണ്. ഇന്ന് മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ തളർച്ചയുടെ ഒരു കാരണം മനസ്സിൻ്റെ തളർച്ചയാണ്. മനസ്സിനുണ്ടാകുന്ന നിരാശ, ദുഃഖം, ഉത്കണ്ഠ, ആകുലത, ഇതെല്ലാം മനുഷ്യൻ്റെ മനസ്സിനെ തളർത്തിക്കളയും. ഏറ്റവും കൂടുതൽ മനുഷ്യനെ തളർത്തുന്നതാണ് ഭയം. രോഗത്തെക്കുറിച്ചുള്ള ഭയം, മരണത്തെക്കുറിച്ചുള്ള ഭയം, നാളെക്കുറിച്ചുള്ള ഉത്കണ്ഠകൾ ഭയമായി മാറാം. ഇന്ന് മനുഷ്യൻ എന്തിനെ ഭയപ്പെടുന്നോ അതവൻ്റെ മനസ്സിനെ തളർത്തും. മനസ്സിൻ്റെ തളർച്ചയാണ് ശരീരത്തിൻ്റെ തളർച്ച. ശരീരവും മനസ്സുമായിട്ട് വ്യക്തിപരമായ ബന്ധമുണ്ട്. നമ്മൾ തന്നെ പറയാറുണ്ട്,
ഒരു മനുഷ്യൻ്റെ മുഖത്ത് നോക്കി ചോദിക്കും, എന്താ മനസ്സിനൊരു വിഷമം? മനസ്സിൻ്റെ വേദന, ദുഃഖം മുഖത്ത് കാണാൻ സാധിക്കും. മുഖം മനസ്സിൻ്റെ കണ്ണാടിയാണെന്ന് നമ്മൾ പറയാറുണ്ട്. മനസ്സ് തളർന്നു കഴിഞ്ഞാൽ, മനസ്സ് മരവിച്ചു കഴിഞ്ഞാൽ, മനസ്സ് തളർന്നു കഴിഞ്ഞാൽ ഉറപ്പാണ് ശരീരം തളരും. ഈ തളർന്ന ശരീരത്തെ, തളർന്ന കൈകളെ, തളർന്ന കാലുകളെ ബലപ്പെടുത്തുവാൻ നാം ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ നമ്മുടെ മനസ്സിനെ ബലപ്പെടുത്തുക, മനസ്സിനെ ശക്തിപ്പെടുത്തുക. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം കഷ്ടത വന്നാലും, എന്തെല്ലാം ദാരിദ്ര്യം വന്നാലും, ഒരുപക്ഷെ മരണഭയത്തിൻ്റെ മുന്നിലാണ് ഞാൻ, എൻ്റെ തൊട്ടു മുന്നിൽ മരണം നിൽക്കുകയാണ്, ആ ഒരവസ്ഥയിലും മനസ്സിനെ ധൈര്യപ്പെടുത്തിയാൽ ശരീരം ബലപ്പെടും. ഇന്ന് ശരീരത്തെ ബലപ്പെടുത്താൻ വേണ്ടി നമ്മൾ എന്തെല്ലാം പ്രവൃത്തികളാണ് ചെയ്യുന്നത്. തളർന്ന ശരീരത്തെ ബലപ്പെടുത്താൻ വേണ്ടി നമ്മൾ പല പല ചികിത്സകൾ, മരുന്നുകൾ എല്ലാം നമ്മൾ ചെയ്യുന്നു. എന്നാൽ നാം തിരിച്ചറിയണം, നമ്മുടെ ശരീരത്തിൻ്റെ രോഗത്തിൻ്റെ ഒരു മൂല കാരണം മനസ്സിൻ്റെ തളർച്ചയാണ്. ഇന്ന് ശാരീരികമായ രോഗങ്ങൾ, ഒരു 80% രോഗങ്ങളും മനുഷ്യന് വന്നുകൂടുന്നത് ടെൻഷനാണ്. ടെൻഷൻ എന്ന് പറയുന്നത് സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് ഓർത്തുള്ള ഭയം. ഇതിന് ഉത്കണ്ഠ എന്ന് പറയാം. നാളെ എന്ത് സംഭവിക്കും, എൻ്റെ ജീവിതത്തിൽ, എൻ്റെ മക്കളുടെ ജീവിതത്തിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്, എൻ്റെ ജീവിത പങ്കാളിയെക്കുറിച്ചുള്ള ഉത്കണ്ഠ, മക്കളെക്കുറിച്ചുള്ള ഉത്കണ്ഠ, നാളെയെക്കുറിച്ചുള്ള ഉത്കണ്ഠ, ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠ, ഇതെല്ലാം മനസ്സിനെ ബാധിക്കുന്ന ഒന്നാണ്. ഈ മനസ്സിൻ്റെ അസ്വസ്ഥതയാണ് ശരീരത്തെ തളർത്തിക്കളയുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കണം, മനസ്സിനെ ആനന്ദിപ്പിക്കണം. ജീവിതത്തിൽ കഷ്ടത വരുമ്പോൾ, ദുഃഖം വരുമ്പോൾ മനസ്സ് നിരാശപ്പെടുകയല്ല വേണ്ടത്. ഇതിനപ്പുറം സന്തോഷം നൽകുന്ന, ആനന്ദം നൽകുന്ന ഒരു ജീവിതം എനിക്കുണ്ട്. എൻ്റെ കഷ്ടതയുടെ മധ്യത്തിൽ എനിക്ക് ആനന്ദം നൽകുന്ന ദൈവം എൻ്റെ കൂടെയുണ്ട്. കർത്താവിന്റെ വചനം പറയുന്നു, അത് മനോഹരമായി പൂത്ത് ഉല്ലാസത്തോടും സന്തോഷത്തോടും കൂടെ ഉല്ലസിക്കും. ഒരു മനുഷ്യൻ്റെ മരുഭൂമി അവസ്ഥയെക്കുറിച്ചാണ് ദൈവം പറയുന്നത്. അത് മനോഹരമായി പൂത്ത് ഉല്ലാസത്തോടും സന്തോഷത്തോടും കൂടെ ഉല്ലസിക്കും. അതായത് നമ്മുടെ ഇപ്പോഴുണ്ടാകുന്ന ഈ കഷ്ടതയുടെ, സഹനത്തിൻ്റെ അപ്പുറം ഒരാനന്ദത്തിൻ്റെ, സന്തോഷത്തിൻ്റെ ഒരു ദിവസമുണ്ട്, ഒരു സമയമുണ്ട് എന്ന് നാം തിരിച്ചറിയണം. അതിൽ നാം ധൈര്യപ്പെടണം, അതിൽ നാം പ്രത്യാശയോടെ ദൈവത്തിന് മഹത്വം കൊടുക്കണം. ഇതിനപ്പുറം ഒരു സന്തോഷത്തിൻ്റെ നിമിഷമുണ്ട്. നമ്മൾ സാധാരണ പറയാറുള്ളൊരു വാക്കാണ്, ഈ രാത്രി കഴിഞ്ഞു പോയാൽ പുതിയൊരു പ്രഭാതമുണ്ട്. ഈ കയറ്റം കയറിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ഇറക്കമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതികൂലങ്ങളുണ്ടോ, പ്രതിസന്ധിയുണ്ടോ, അതിനപ്പുറം ഒരു പരിഹാരമുണ്ട്. അതുകൊണ്ട് ഇന്ന് നാം അനുഭവിക്കുന്ന ഈ പ്രശ്നങ്ങളെ മാത്രം കണ്ടുകൊണ്ട് നെടുവീർപ്പിട്ട് നിൽക്കാതെ, ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യമായ സന്തോഷവും സമാധാനവും അത് പ്രത്യാശയോടെ, വിശ്വാസത്തോടെ കണ്ടുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ സാധിക്കുമെങ്കിൽ നമ്മുടെ ദുഃഖം ആനന്ദമായി തീരും, നമ്മുടെ ദുഃഖം സന്തോഷമായി തീരും. കർത്താവിന്റെ വചനം പരിശോധിക്കുമ്പോൾ യെശയ്യാപ്രവാചകന്റെ പുസ്തകം 32-ാം അധ്യായം 15-ാം വാക്യത്തിൽ കർത്താവിന്റെ വചനം ഇങ്ങനെ പറയുന്നു, ഉയരത്തിൽ നിന്ന് ആത്മാവിനെ നമ്മുടെ മേൽ പകരുവോളം തന്നെ അപ്പോൾ ഭൂമി ഉദ്യാനമായി തീരും. അപ്പോൾ മരുഭൂമി ഉദ്യാനമായി തീരും. ഒരു മരുഭൂമി ഉദ്യാനമായി തീരാനായിട്ട് കർത്താവിന്റെ വചനം പറയുന്നൊരു വാഗ്ദാനമാണ്, ഉയരങ്ങളിൽ നിന്ന് ആത്മാവിനെ നമ്മുടെ മേൽ പകരുമ്പോൾ തന്നെ നമ്മുടെ മരുഭൂമി ജീവിതം അത് പൂന്തോട്ടമായി മാറുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നാം ധൈര്യപ്പെട്ട് കഴിയുമ്പോൾ, ധൈര്യത്തിൻ്റെ ആത്മാവിനെ പ്രാപിച്ചു കഴിയുമ്പോൾ, ആ ശക്തി നാം പ്രാപിച്ചു കഴിയുമ്പോൾ, മനസ്സ് ഒരു പുതുക്കം പ്രാപിച്ചു കഴിയുമ്പോൾ, തളർന്ന മനസ്സ് ശക്തി പ്രാപിച്ചു കഴിയുമ്പോൾ മരുഭൂമി ജീവിതം ഒരു ഉദ്യാനമായി, ഒരു പൂന്തോട്ടമായി മാറുകയാണ്. വീണ്ടും കർത്താവിന്റെ വചനം ഇങ്ങനെ അരുളി ചെയ്യുന്ന യെശയ്യാപ്രവാചകന്റെ പുസ്തകം 41-ാം അധ്യായം 18-19 വാക്യങ്ങളിൽ, ഞാൻ പാഴ്മലകളിൽ നദികളെയും താഴ്വരയുടെ നടുവിൽ ഉറവളെയും തുറക്കും,
ഭൂമി ഞാൻ നീർപ്പൊഴുകിയും വരണ്ട നിലത്തെ നീരുറവകളും ആക്കും. നമ്മുടെ ജീവിതത്തിൽ വറ്റി വരണ്ട മനസ്സിനെ നീരുറവയാക്കി മാറ്റുവാൻ ദൈവത്തിൻ്റെ വചനത്തിന്, ദൈവത്തിൻ്റെ ആത്മാവിന് ശക്തിയുണ്ട് എന്ന് നാം തിരിച്ചറിയണം. ഇവിടെ വചനം പറയുകയാണ്, ഞാൻ പാഴ്മലകളിൽ നദികളെയും താഴ്വരകളുടെ നടുവിൽ ഉറവുകളെയും തുറക്കും. മരുഭൂമി ഞാൻ നീർപ്പൊയ്കയും വരണ്ട നിലത്തെ നീര് ഉറവുകളുമാക്കും. ഇന്നത്തെ ഈ വരൾച്ച നാളത്തെ ഒരു നീർച്ചാലിന് കാരണമായി തീരുകയാണ്. നമുക്കറിയാം, ഇന്ന് ലോകത്തിൽ അറിയപ്പെടുന്ന വ്യക്തികൾ കഴിഞ്ഞകാല ജീവിതത്തിൽ സഹനത്തിൻ്റെ, കഷ്ടതയുടെ തീച്ചൂളയിലൂടെ നടന്നുപോയവരാണ്. അതായത് ജീവിതത്തിൽ സഹനങ്ങളുണ്ടോ, കഷ്ടതയുണ്ടോ, ഒരു മരുഭൂമി അവസ്ഥയുണ്ടോ, ഉറപ്പാണ് അവർ പിന്നീട് ഒരു അനുഗ്രഹമായി മാറും. അതായത് മരുഭൂമിയെ നീരുറവയാക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. പാഴ്മലകളെ നദികളാക്കി മാറ്റുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. താഴ്വരകളുടെ നടുവിൽ ഉറവകളെ തുറക്കുന്നവനാണ് നമ്മുടെ ദൈവം. ഈ ഒരു പ്രത്യാശ ഒരു വ്യക്തിയുടെ മനസ്സിനെ ഭരിക്കുന്നുവെങ്കിൽ ആ വ്യക്തിയുടെ തളർന്ന കരങ്ങളെ, തളർന്ന കാലുകളെ ബലപ്പെടുത്താൻ സാധിക്കും. മനസ്സിനെ ശക്തിപ്പെടുത്തുമ്പോൾ, മനസ്സ് ഉറപ്പും ധൈര്യവുമുള്ളതായി തീരുമ്പോൾ ശരീരം ശക്തി പ്രാപിക്കും, ആരോഗ്യം ലഭിക്കും, സൗഖ്യം പ്രാപിക്കും. വീണ്ടും കർത്താവിൻ്റെ വചനം ഇങ്ങനെ വെളിപ്പെടുത്തുന്നു. യെശയ്യാപ്രവചന പുസ്തകം 41-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യം, ഞാൻ മരുഭൂമിയിൽ ദേവദാരു, ഖദിരമരം, കൊഴുന്ത്, ഒലിവൃക്ഷം എന്നിവ നടും. ഞാൻ നിർജ്ജന പ്രദേശത്ത് സരളവൃക്ഷവും പൈൻ മരവും പുന്നയും വെച്ച് പിടിപ്പിക്കും. അതായത് ഞാൻ നിർജ്ജന പ്രദേശത്ത് ഏറ്റവും കൂടുതൽ വെള്ളം ആവശ്യമായ, ഏറ്റവും കൂടുതൽ വെള്ളം വലിച്ചെടുക്കുന്ന, നീരുറവ വലിച്ചെടുക്കുന്ന, നീർജലം വലിച്ചെടുക്കുന്ന മരങ്ങളാണ് പൈൻമരം, പുന്നമരം, സരളവൃക്ഷം. ഇതെവിടെയാണ് വെച്ച് പിടിപ്പിക്കുന്ന ദൈവം? നിർജ്ജന പ്രദേശത്ത്. എന്തിനാണ് ദൈവം നിർജ്ജന പ്രദേശത്ത് ഏറ്റവും കൂടുതൽ വെള്ളം വലിച്ചെടുക്കുന്ന ഈ മരങ്ങൾ നട്ടുപിടിക്കുന്നത്? നിർജ്ജന പ്രദേശത്ത് ജലമില്ല, വെള്ളമില്ല. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിയാണത്. നമ്മുടെ ജീവിതത്തിൽ ഒരു മരുഭൂമി അവസ്ഥയുണ്ടെങ്കിൽ ഈ മരുഭൂമിയെ നദിയാക്കി മാറ്റുന്ന, അത് വരണ്ട നിലമാണെങ്കിൽ നീരുറവയാക്കി മാറ്റുന്ന ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുമ്പോൾ ഈ ദുഃഖങ്ങളെ സന്തോഷമാക്കി മാറ്റും. ഈ മരുഭൂമി ഒരു ഉദ്യാനമാക്കി മാറ്റും, ഒരു പൂന്തോട്ടമാക്കി മാറ്റും. അപ്പോൾ നമ്മളെ ദൈവം മരുഭൂമി അവസ്ഥയിൽ നട്ടിട്ടുണ്ടെങ്കിൽ അവിടെ ദൈവം നീരുറവ തുറക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട് എന്ന് നാം തിരിച്ചറിയണം. വീണ്ടും കർത്താവിന്റെ വചനം പരിശോധിക്കുമ്പോൾ യെശയ്യാപ്രവചന പുസ്തകം 43-ാം അധ്യായം 19-ാം വാക്യം, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അതിപ്പോൾ ഉത്ഭവിക്കും, നിങ്ങളത് അറിയുന്നില്ലയോ? അതെ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. ദൈവം വീണ്ടും വാഗ്ദാനം ചെയ്യുകയാണ്, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. അപ്പോൾ ദൈവം എന്നെ ഒരു മരുഭൂമിയിലാണ് നട്ടതെങ്കിൽ, അപ്പോൾ എൻ്റെ ജീവിതം ഒരു പാഴ് ജീവിതമാണ്, ആർക്കും ഒരു പ്രയോജനമില്ല, എന്തിന് ഞാനിങ്ങനെ ജീവിക്കുന്നു, ഈ കഷ്ടതയും ദാരിദ്ര്യവും എനിക്ക് മാത്രമാണല്ലോ, എന്നെ ദൈവം എന്തിനാ ഇങ്ങനെ ഈ കഷ്ടതയിലൂടെ, ഈ ദാരിദ്ര്യത്തിലൂടെ, ഈ കണ്ണുനീരിലൂടെ ദൈവം വഴി നടത്തുന്നെന്ന് ചോദിക്കുമ്പോൾ ദൈവം തന്നെ അതിന് മറുപടി നൽകുകയാണ്, ഞാൻ നിനക്ക് വേണ്ടി ഒരു പുതിയ കാര്യം ചെയ്യും. ആരും ചെയ്യാത്തൊരു കാര്യം ദൈവം ചെയ്യുകയാണ്. ഇതാ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. വീണ്ടും യെശയ്യാപ്രവചന പുസ്തകം 35-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അന്ന് മുടന്തൻ മാനിനെ പോലെ ചാടും, ഊമൻ്റെ നാവും ഉല്ലസിച്ചു ഘോഷിക്കും, മരുഭൂമിയിൽ വെള്ളവും നിർജ്ജന പ്രദേശത്ത് തോടുകളും പൊട്ടിപ്പുറപ്പെടും. എപ്പോഴാണ് മുടന്തൻ മാനിനെ പോലെ ചാടുന്നത്? എപ്പോഴാണ് ഊമൻ്റെ നാവ് ഉല്ലസിച്ച് ഘോഷിക്കുന്നത്? അതിനും പറയാണ്,
മരുഭൂമിയിൽ വെള്ളവും നിർജ്ജന പ്രദേശത്ത് തോടുകളും പൊട്ടിപ്പുറപ്പെടുമ്പോൾ, അതായത് ഒരു മനുഷ്യൻ്റെ അസാധ്യമെന്ന് ചിന്തിക്കുന്ന, ഇനി എന്നെ ആരും സഹായിക്കില്ല, ദൈവം പോലും എന്നെ ഉപേക്ഷിച്ചു, ദൈവം പോലും എന്നെ കൈവിട്ടു എന്ന് ചിന്തിക്കുന്നിടത്താണ് ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നത്. ആരും എന്നെ സഹായിക്കാനില്ല എന്ന് ചിന്തിക്കുന്നിടത്താണ് ദൈവം സഹായിക്കുന്നത്. ഇനി എൻ്റെ ജീവിതം തീർന്നു, ഒരു അടി പോലും മുന്നോട്ടില്ല എന്ന് ചിന്തിക്കുന്നിടത്താണ് ദൈവം നമ്മളെ കരം പിടിച്ച് നടത്താൻ പോകുന്നത്. എല്ലാം തീർന്നു എന്ന് ചിന്തിക്കുന്നിടത്താണ് ദൈവം ഒരു പുതിയ ജീവിതത്തിൻ്റെ തുടക്കം കുറിക്കുന്നത്. ഇവിടെ വചനം പറയുകയാണ്, അന്ന് മുടന്തൻ മാനിനെ പോലെ ചാടും. അന്നോമൻ്റെ നാവ് സന്തോഷിച്ച് ആഹ്ലാദിക്കും, ഉല്ലസിച്ച് ഘോഷിക്കും. കാരണം മരുഭൂമിയിൽ വെള്ളവും നിർജ്ജന പ്രദേശത്ത് തോടുകളും പൊട്ടിപ്പുറപ്പെടും. ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഒരു മനുഷ്യൻ്റെ കഷ്ടതയുടെ മധ്യത്തിൽ ദൈവ സാന്നിധ്യം വെളിപ്പെടുകയാണ്, ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുകയാണ്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇന്ന് വരെ ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടിട്ടില്ലെങ്കിൽ ഇന്ന് വിശ്വസിക്കുക. അതായത് മുടന്തൻ മാനിനെ പോലെ ചാടുന്ന ഒരു ദിവസം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും. ഒരു ഊമൻ നാവ് കൊണ്ട് ഉല്ലസിച്ച് ഘോഷിക്കുന്ന പോലെ എൻ്റെ ജീവിതത്തിൽ അനുഭവം ഉണ്ടാകും. എൻ്റെ മരുഭൂമിയിൽ വെള്ളവും എൻ്റെ നിർജ്ജന പ്രദേശത്ത് തോടുകളും എൻ്റെ ദൈവം എനിക്കായി പൊട്ടിപ്പുറപ്പെടുവിക്കും. ഇത് ഇന്ന് വിശ്വസിച്ചാൽ നാളെ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന കഷ്ടതകളിലേക്ക്, വേദനകളിലേക്ക്, രോഗങ്ങളിലേക്ക്, ദുഃഖങ്ങളിലേക്ക് മാത്രം നോക്കി മനസ്സ് മരവിച്ച അവസ്ഥയിൽ, മനസ്സ് തളർന്ന അവസ്ഥയിൽ നാം മുന്നോട്ട് പോകുമ്പോൾ ഇതാ പ്രത്യാശ ദൈവം നമ്മുടെ ഹൃദയത്തിൽ നൽകുകയാണ്. എനിക്ക് ഈ രോഗത്തിനപ്പുറം, ഈ കഷ്ടതയ്ക്കപ്പുറം, ഈ ദാരിദ്ര്യത്തിനപ്പുറം എൻ്റെ ജീവിതത്തിൽ അത്ഭുതം നടക്കുന്നൊരു ദിവസമുണ്ട്, ഒരു സമയമുണ്ട്. എൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുന്നൊരു ദിവസമുണ്ട്, ഒരു സമയമുണ്ട്. എൻ്റെ ദൈവത്തിന് എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ ഒരു സമയമുണ്ട്. അത് ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് ആര് വിശ്വസിക്കുന്നോ, ആര് പ്രത്യാശയോടെ ദൈവത്തെ മുന്നിൽ കണ്ടുകൊണ്ട് മുന്നോട്ട് യാത്ര ചെയ്യുന്നു, ആ വ്യക്തിയുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. വീണ്ടും കർത്താവിന്റെ വചനം പരിശോധിക്കുമ്പോൾ യെശയ്യാപ്രവാചകന്റെ പുസ്തകം 51 അധ്യായം 3 വാക്യം, യഹോവ സിയോനെ ആശ്വസിപ്പിക്കുന്നു, അവൻ അതിലെ സകല ശൂന്യ സ്ഥലങ്ങളെയും ആശ്വസിപ്പിച്ച് അതിൻ്റെ മരുഭൂമിയെ ഏദനെ പോലെയും അതിൻ്റെ നിർജ്ജന പ്രദേശത്തെ യഹോവയുടെ തോട്ടത്തെ പോലെയും ആക്കുന്നു. അതായത് സിയോനെ ദൈവം ആശ്വസിപ്പിക്കുക. അവൻ അതിൻ്റെ സകല ശൂന്യ സ്ഥലങ്ങളെയും ആശ്വസിപ്പിച്ച് അതിൻ്റെ മരുഭൂമിയെ ഏദനെ പോലെയും അതിൻ്റെ നിർജ്ജന പ്രദേശത്തെ യഹോവയുടെ തോട്ടത്തെ പോലെയും ആക്കുന്നു. ഇത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ആ മരുഭൂമിയെ മലർവാടിയാക്കി, ഉദ്യാനമാക്കി, പൂന്തോട്ടമാക്കി മാറ്റുന്ന ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തിയെക്കുറിച്ചാണ് ദൈവം വെളിപ്പെടുന്നത്. അതായത് നിന്റെ മരുഭൂമിയെ ഏദൻ തോട്ടമാക്കി മാറ്റാൻ സാധിക്കുന്ന, നിന്റെ നിർജ്ജന പ്രദേശത്തെ ദൈവത്തിൻ്റെ തോട്ടമാക്കി മാറ്റുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് ദൈവം വെളിപ്പെടുത്തുന്നത്. ഇത് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. എൻ്റെ മരുഭൂമി അവസ്ഥയെ എൻ്റെ കർത്താവ് അതിന് ഏദൻ തോട്ടം പോലെയാക്കി മാറ്റുമെന്ന് വിശ്വസിക്കാൻ, പ്രത്യാശയോടെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഒരു വ്യക്തിക്ക് ഇന്ന് സാധിച്ചാൽ നാളെ ആ വ്യക്തിയുടെ ജീവിതത്തിൽ കണ്ടുകൊണ്ട് അത്ഭുതം കാണാൻ സാധിക്കും. ഇത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. യോവേൽ പ്രവാചകന്റെ പുസ്തകം 2 അധ്യായം അതിൻ്റെ 22 വാക്യത്തിൽ കർത്താവിന്റെ വചനം പറയുകയാണ്, ഭയപ്പെടേണ്ട, മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ പച്ചവെക്കുന്നു, വൃക്ഷം ഫലം കായ്ക്കുന്നു, അത്തിവൃക്ഷവും മുന്തിരിവള്ളിയും അനുഭവ പുഷ്ടി നൽകുന്നു. ഇത് നിരാശയുടെ മധ്യത്തിൽ വേദനയോടെ, ഭാരത്തോടെ, നൊമ്പരത്തോടെ ഇരിക്കുന്ന ഒരു വ്യക്തിയോട് ദൈവം സംസാരിക്കുകയാണ്. ഭയപ്പെടേണ്ട, നിന്റെ മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ പച്ചവെക്കുന്നു, നിന്റെ വൃക്ഷം ഫലം കായ്ക്കുന്നു, അത്തിവൃക്ഷവും മുന്തിരിവള്ളിയും അനുഭവ പുഷ്ടി നൽകുന്നു. ഇന്ന് വരെയും ഈ ജീവിതം കൊണ്ട് ഒരു ഫലവുമില്ല എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവം വാഗ്ദാനം ചെയ്യാൻ, നീ ഭയപ്പെടേണ്ട. നിന്റെ മരുഭൂമിയെ പച്ചയുള്ള പുൽപ്പുറങ്ങളാക്കി മാറ്റാൻ ദൈവം ആഗ്രഹിക്കുക. നിന്റെ വൃക്ഷം ഫലം കായ്ക്കാൻ ദൈവം ആഗ്രഹിക്കുക.
അനുഭവപുഷ്ടി നിനക്ക് നൽകാൻ ദൈവം ആഗ്രഹിക്കുക. അതുകൊണ്ട് ഈ ഒരു വിശ്വാസവും പ്രത്യാശയും ഹൃദയത്തിലുണ്ടെങ്കിൽ ഉറപ്പാണ് നിൻ്റെ ജീവിതത്തെ അത്ഭുതമാക്കി മാറ്റുന്നൊരു ദൈവമാണ് ദൈവം, എൻ്റെ ദൈവമെന്ന് വിശ്വസിക്കാൻ ഇന്ന് സാധിച്ചാൽ ദൈവം ആ വ്യക്തിയുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കുക. സങ്കീർത്തന പുസ്തകം 29 അധ്യായം 8 വാക്യത്തിൽ കർത്താവിന്റെ വചനം പറയുന്നു, യഹോവയുടെ ശബ്ദം മരുഭൂമിയെ നടുക്കുന്നു, അവ കാദേശ് മരുവിനെ നടുക്കുന്നു. ഒരു മനുഷ്യൻ്റെ മരുഭൂമി അവസ്ഥയെ രൂപാന്തരപ്പെടുത്തുവാൻ ദൈവത്തിൻ്റെ വചനത്തിന് ശക്തിയുണ്ട്. അതുകൊണ്ട് എൻ്റെ ദുഃഖം ആനന്ദമാക്കി, എൻ്റെ മരുഭൂമി അവസ്ഥയെ ഉദ്യാനമാക്കി മാറ്റുന്ന ആ ദൈവം എൻ്റെ കൂടെയുണ്ട്. ആ ദൈവം എനിക്ക് സകലത്തിനും മതിയായ ദൈവമാണ്. ഇന്നെൻ്റെ വേദനയിൽ, ഇന്നെൻ്റെ ദുഃഖങ്ങളിൽ എന്നോട് കൂടെ ഇരുന്ന് എന്നെ വഴി നടത്തുന്ന എൻ്റെ ദൈവം നാളെ എനിക്കായി ഒരു പുതിയ മെച്ചിൽ സ്ഥലങ്ങൾ എനിക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുണ്ട്. ഇത് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. അതുകൊണ്ട് ഈ നിമിഷം നമ്മുടെ തളർന്ന മനസ്സ്, തളർന്ന ശരീരം ശക്തി പ്രാപിക്കാൻ, തളർന്ന കൈകളെ, തളർന്ന മുട്ടുകളെ ബലപ്പെടുത്തുവാൻ, ശരീരത്തെ ബലപ്പെടുത്തുവാൻ മനസ്സിൽ ഒരു ധൈര്യം, ഒരു പ്രത്യാശ ദൈവവചനത്തിലൂടെ ദൈവം നമുക്ക് നൽകുകയാണ്. മരുഭൂമിയും വരണ്ട നിലവും ആനന്ദിക്കും, നിർജ്ജന പ്രദേശം ഉല്ലസിച്ച് പനനീർ പുഷ്പം പോലെ പൂക്കും. ഈ ഒരു പ്രത്യാശ, ഈ ഒരു വിശ്വാസം, ഈ ഉറപ്പും ധൈര്യവും നമ്മുടെ ഹൃദയത്തിലുണ്ടാകട്ടെ. നമ്മുടെ മനസ്സിലെല്ലാം നെഗറ്റീവായ ചിന്തകളും നീങ്ങിപ്പോകട്ടെ. ഇന്ന് ലോകത്തിൽ നാം കേൾക്കുന്ന വാർത്തകൾ, ഇന്ന് എല്ലാ മാധ്യമങ്ങളിലൂടെ നാം കേൾക്കുന്ന വാർത്തകളെല്ലാം നെഗറ്റീവായ വാർത്തകളാണ്. മരണത്തെക്കുറിച്ച്, രോഗത്തെക്കുറിച്ച്, ദാരിദ്ര്യത്തെക്കുറിച്ച്, മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന അതിഭയാനകമായ ദുരന്തങ്ങളെക്കുറിച്ചാണ് മനുഷ്യൻ ഇന്ന് ചർച്ച ചെയ്യുന്ന, വിശകലനം ചെയ്യുന്നത്. ഇത് കേൾക്കുന്നൊരു സാധാരണ ഒരു മനുഷ്യന്, മനസ്സിന് വലിയ കട്ടിയില്ലാത്ത ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഇത് വലിയ ഭയത്തിന് കാരണമായി തീരും. ഇത് ഉത്കണ്ഠയ്ക്ക് കാരണമായി തീരും. ഇത് മനസ്സിനെ തളർത്തിക്കളയും. അതുകൊണ്ട് ലോകത്തിലേക്ക് നാം നോക്കാതെ, ലോക ചിന്തകളിലേക്ക്, ലോകം പറയുന്ന വാക്കുകളിലേക്ക്, ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളിലേക്ക് നോക്കാതെ, എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. എൻ്റെ മരുഭൂമി അവസ്ഥയെ ഉദ്യാനമാക്കി മാറ്റുന്ന, പൂന്തോട്ടമാക്കി മാറ്റുന്ന എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. എൻ്റെ തളർന്ന മനസ്സിനെ ശക്തിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ കൂടെയുണ്ട്. എൻ്റെ ബലഹീനതയിൽ ബലം നൽകുന്ന എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. തളർന്ന കൈകളെ ബലപ്പെടുത്തുവാൻ, തളർന്ന മുഴങ്കാലുകളെ ബലപ്പെടുത്തുവാൻ ഈ ദൈവത്തിൻ്റെ വചനം ഇപ്പോൾ നമ്മിൽ അത്ഭുതം പ്രവർത്തിക്കും. അതിനായി നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ബാർക്കുമോർ, ഞങ്ങൾ അത്യധികമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, ഈ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി നന്ദി പറയുന്ന കർത്താവേ, ഞങ്ങളുടെ മരുഭൂമിയെ കർത്താവിൻ്റെ തോട്ടമാക്കി മാറ്റുമെന്നുള്ള വചനത്തിൻ്റെ യോഗ്യതയാൽ, ഞങ്ങളുടെ ജീവിതത്തിൽ വരണ്ട ഭൂമിയിലേക്ക് നദികളെ ഒഴുക്കുമെന്നുള്ള വചനത്തിൻ്റെ യോഗ്യതയാൽ, ഞങ്ങളുടെ താഴ്വരകൾ നീറുറവൾ തുറക്കുമെന്നുള്ള വചനത്തിൻ്റെ യോഗ്യതയാൽ, കർത്താവെ, ഞങ്ങളുടെ ഇപ്പോഴത്തെ വരണ്ട അവസ്ഥയിൽ, ഈ ദാരിദ്ര്യത്തിൻ്റെ, കഷ്ടതയുടെ, രോഗത്തിൻ്റെ അവസ്ഥയിൽ നിൻ്റെ സാന്നിധ്യം, നിൻ്റെ ആത്മാവ് ഞങ്ങൾക്ക് പ്രത്യാശ നൽകി, വിശ്വാസത്തിൻ്റെ വരം നൽകി ഞങ്ങളെ ബലപ്പെടുത്തുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, വചനം കേൾക്കുന്ന മനസ്സ് തളർന്ന എല്ലാവരും നിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ലോകത്തിൻ്റെ വാക്കുകൾ കേട്ട് രോഗഭയത്തിൽ, മരണഭയത്തിൽ, ജീവിതത്തെ ഭയത്തിൻ്റെ അടിമ നോകത്തിനായിരിക്കുന്ന എല്ലാവരും നിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുകയാണ്. അവിടുന്ന് ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടെന്നല്ല ചെയ്ത കർത്താവേ. ലോകാവസാനത്തോളം ഞാൻ നിന്നോട് കൂടെ ഇരിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത കർത്താവേ, തളർന്ന മനസ്സുകളെ ശക്തിപ്പെടുത്തണമേ, തളർന്ന കൈകളെ ബലപ്പെടുത്തണമേ, തളർന്ന മുഴങ്കാലുകളെ ശക്തിപ്പെടുത്തണമേ. ശാരീരികമായി, മാനസികമായി രോഗബന്ധനത്തിലായിരിക്കുന്ന എല്ലാവരും നിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. മരണഭയത്തിലായിരിക്കുന്ന എല്ലാവരും നിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും മനസ്സും ശരീരവും ശക്തിപ്പെടുത്തുമെന്നാണ് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മരുഭൂമിയെ കർത്താവേ അവിടുന്ന് മരുപ്പച്ചയാക്കി മാറ്റുന്ന,
ഞങ്ങളുടെ ജീവിതത്തിലെ വരണ്ട അവസ്ഥയെ നീരുറവയാക്കി മാറ്റുന്ന, ഞങ്ങളുടെ വിജനപ്രദേശത്തെ കർത്താവ് തോടുകളും നദികളും പൊട്ടിപ്പുറപ്പെടുന്ന ജീവിതമാക്കി മാറ്റുന്ന എൻ്റെ വലിയ സാന്നിധ്യത്തിനായിട്ട് നന്ദി പറയുന്നു. ഈ വചനങ്ങൾക്ക് എല്ലാവരും വ്യക്തിപരമായി കുടുംബമായി അനുഗ്രഹിക്കുമാറാണ് പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവൻ ശാരീരികമായ രോഗവും ദുഃഖവും വേദന അനുഭവിക്കുന്ന എല്ലാവരും സമർപ്പിക്കുന്നു. കർത്താവേ, അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ എല്ലാ വ്യക്തിപരമായ ആവശ്യങ്ങളെ, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ സമർപ്പിക്കുകയാണ്. പരിശുദ്ധ അമ്മേ ദൈവമാതാവേ, ഞങ്ങളൊപ്പം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകല ശുദ്ധിമാന്മാരെ, ശുദ്ധിമതികൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എല്ലാം മഹത്വത്തോടെ മാത്രം എടുക്കണം. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവവുമായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം നല്ല പിതാവേ. ആമേൻ.